ഒരു പ്രഭാതവും കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനായിട്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ വചനം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായിട്ട് നിങ്ങളോട് നന്ദിയും ദൈവത്തിന് സ്തുതിയും അർപ്പിക്കുന്നു. പൗരുഷൻ്റെ പ്രവർത്തനങ്ങളെ സുഗമമായി നടക്കുവാൻ താങ്കൾ കാണിക്കുന്ന വലിയ ഉത്സാഹത്തിന് ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും പോരാ. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ സന്ദേശം യൂട്യൂബിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഒരു ഗോൾഡൻ ചാൻസാണ്. ഈ യൂട്യൂബൊക്കെ ബ്ലോക്കാക്കാൻ ഗവൺമെൻറ്റിന് കഴിയും. ഇപ്പോൾ ഫ്രീഡം ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, മണിപ്പാലിൽ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തു എന്ന വാർത്ത? മണിപ്പൂരിൽ പണ്ട് ലഹള നടന്നു. അതുകൊണ്ട് യൂസ് ദിസ് മൈറ്റി ടൈം. പ്ലീസ് ഈ വിലപ്പെട്ട സമയം ഉപയോഗിക്കുക. ഈ കൊച്ചു കൊച്ചു സന്ദേശം എടുത്തിട്ട് 10 പേർക്ക് നിങ്ങൾ അയച്ചാൽ, 5000 പേര് 10 പേർക്ക് അയച്ചാൽ എവിടെയെത്തി ഇതിൻ്റെ റീച്ച്? ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി 21 സങ്കീർത്തനം 1 വാക്യം. യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. ഇതും ദാവീദിന് വേണ്ടിയുള്ള സങ്കീർത്തനം എന്ന് പറഞ്ഞു വന്ന ലിസ്റ്റിൽ ആകാം. പലപ്പോഴും എഴുത്തുകാരാരാണെന്നും സാഹചര്യം എന്താണെന്നും വിശദമായി വിശദീകരിക്കാൻ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ അവസരമില്ല, ആവശ്യവുമില്ല. ദൈവം ഇന്ന് നമ്മോട് എന്ത് സംസാരിക്കുന്നു എന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. യഹോവേ, രാജാവ് അങ്ങയുടെ ബലത്തിൽ സന്തോഷിക്കും. എന്നോട് ചേർന്ന് അങ്ങനെ പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? കർത്താവേ, അടിയൻ അങ്ങയുടെ ബലത്തിൽ സന്തോഷിക്കും. അങ്ങാണ് എൻ്റെ ബലം, എൻ്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ ചാരിടും ഞാൻ അവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. കർത്താവേ, അങ്ങാണ് എൻ്റെ ബലം, അങ്ങയുടെ ബലത്തിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ജയിൽ സൂപ്രണ്ട് ചോദിച്ചപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ പറഞ്ഞ മറുപടി, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷ പ്രാപിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അത് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നത് മാത്രമാണ്. എന്താ വായിച്ചത്? കർത്താവേ, അങ്ങയുടെ രക്ഷയിൽ രാജാവ് ഏറ്റവും ഉല്ലസിക്കും. ഇതുകൊണ്ട് തന്നെ ദാവീദിന് വേണ്ടി ദൈവസഭ പാടിയ പാട്ടാണിതെന്ന് മനസ്സിലാക്കാം. അങ്ങനെ പാടാൻ വേണ്ടി ദാവീദ് എഴുതി കൊടുത്തതായിരിക്കാം. സഭയുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. സഭ പറയുകയാണ്, കർത്താവേ, അങ്ങയുടെ രക്ഷയിൽ അങ്ങയുടെ ദാസനായ ദാവീദ് ഏറ്റവും ഉല്ലസിക്കുന്നു. അങ്ങയുടെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. നമുക്ക് ഉല്ലാസമുണ്ടോ? കളികൾ ഒരു ഉല്ലാസമാണ്. ടൂറ്, പിക്നിക്ക്, അതൊക്കെ ഒരു ഉല്ലാസമാണ്. പക്ഷെ അതൊക്കെ ബാലൻസ് പണമുള്ളവർക്കേ പറ്റുള്ളൂ. അന്നന്നത്തെ കാര്യങ്ങൾ ബുദ്ധിമുട്ടി നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് എക്സ്ട്രാ മണി, അധികം പണം ഇല്ലാത്തതിനാൽ അവർക്കിതൊന്നും സാധ്യമല്ല. എന്നാൽ
ഈ വചനം ഭക്തന്റെ ഉല്ലാസത്തെക്കുറിച്ചാണ്. അങ്ങയുടെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. ഓഹ്, കർത്താവ് നൽകിയ രക്ഷയിൽ ഏറ്റവും എപ്പോഴും ഉല്ലസിക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രവചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എനിക്കതുണ്ടാകണം, ഉണ്ട്, ഇനിയും ഉണ്ടാകണം. കർത്താവേ, അങ്ങയുടെ ബലത്തിൽ സന്തോഷിക്കുവാനും അങ്ങയുടെ രക്ഷയിൽ ഉല്ലസിക്കുവാനും ഞങ്ങൾക്കും കൃപ തരയണമേ. ആമേൻ, ആമേൻ.